ഹായ് നമസ്കാരം. ഫ്രണ്ട്സ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അടുത്ത മത്സരത്തിന് കളത്തിലിറങ്ങുകയാണ്. ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സും ഇന്റർകാഷിയും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടുന്നു. ഈ ഒരു മാച്ച് എങ്ങനെ കാണാം? അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മൾ ആ ഒരു മാച്ചിൻ്റെ ടൈം ആകുമ്പോൾ അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിലിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം തന്നെ ട്രെയിനിങ് സെഷനിലേക്കൊന്ന് കടന്നു ചെല്ലാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നും ഇന്നലെയുമായി നടത്തിയ ട്രെയിനിങ് സെഷൻ്റെ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ അഡീഷൻ സ്കോട്ടിഷ് സെൻറ്റർ ഫോർവേഡായിട്ടുള്ള ജി ക്വിറ്റോൺ, അദ്ദേഹം ഇന്റർകാഷിക്കെതിരെ ഫസ്റ്റ് 11 കളത്തിലിറങ്ങും എന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ 1-2 മത്സരങ്ങളിലായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ അടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത് നമ്മൾ കാണുന്നു. കാരണം ഫിനിഷർ ഇല്ല എന്നത് മാത്രമല്ല, മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് മുന്നോട്ടേക്ക് എത്തുന്നില്ല എന്നതും മറ്റൊരു പ്രശ്നമാണ്. അത് നമുക്ക് സ്ട്രൈക്കർമാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം സ്ട്രൈക്കറുടെ കാലിൽ പന്ത് കിട്ടിയാൽ മാത്രമേ അവർക്ക് അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിലും സെൻറ്റർ ഫോർവേഡിലും നിർണായക മാറ്റങ്ങളായിരിക്കും ഈ ഒരു മാച്ചിൽ ഉണ്ടാവുക. അതായത് ജി ക്വിറ്റോൺ, അദ്ദേഹം ഫസ്റ്റ് 11 ഉണ്ടാകും. അതേപോലെ തന്നെ മധ്യനിരയിൽ ഒരു വിദേശ താരം കളിക്കാനുള്ള ചാൻസും നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു മാച്ചിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇന്റർകാഷി എന്നത് തന്നെയാണ്. കാരണം ISL കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീമാണ്. ആദ്യത്തെ സീസണാണ് അവരുടേത്. അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാലോ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാഷിയെ നേരിടുമ്പോൾ ഇന്റർകാഷി എന്നത് തന്നെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ സവിശേഷത. കാരണം ആദ്യ സീസണാണ്. ISL കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ടീമാണ് ഇന്റർകാഷി. പക്ഷേ അവർ കളിച്ച അവസാനത്തെ 2 കളി അതൊരു നിർണായക വഴിത്തിരിവായിരുന്നു. നമുക്ക് ജെമിനിയോട് ഇന്റർകാഷിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് ചോദിച്ചു നോക്കാം. ആദ്യത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എലൈറ്റ് കോച്ചിങ്, അതായത് ISLലെ ലെജൻഡറി കോച്ചായിട്ടുള്ള ഹബ്ബാസിൻ്റെ കീഴിലാണ് ഇന്റർകാഷി കളിക്കുന്നത് എന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്. രണ്ടാമത്തെ സ്ട്രെങ്ത് ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി. ISL 2025-26 സീസണിൽ ഇന്റർകാഷി തങ്ങളുടെ ആദ്യ സീസണിൽ കളത്തിലിറങ്ങുമ്പോൾ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു ഇത് അവർ കാണിച്ചിട്ടില്ല. ആദ്യ മത്സരത്തിൽ 1-1 FC ഗോവയ്ക്കെതിരെ, രണ്ടാം മത്സരത്തിൽ 0-0. അതായത് 2 മത്സരത്തിൽ നിന്ന് അവർ ആകെ കൺസിഡർ ചെയ്തത് ഒരു ഗോൾ മാത്രമാണെന്ന് സാരം. മൂന്നാമത്തേത് എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ കോർ, അതായത് എക്സ്പീരിയൻസ് ആയ ഒരുപാട് ഇന്ത്യൻ പ്ലേയേഴ്സ് ഇന്റർകാഷിയിലുണ്ട്. നിഷു കുമാർ, പ്രബീർ ദാസ്, ജയേഷ് റാനെ, രോഹിത് ദാനു, നരേന്ദ്ര ഗെഹ്ലോട്ട്, അതായത് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് അവരിതിലുണ്ട് എന്നതാണ് മറ്റൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു സ്ട്രെങ്ത് കീ ഫോറിൻ അഡീഷൻസ്, അതായത് ലിത്വാനിയൻ സ്ട്രൈക്കറായ നോറിസ് പെട്രവിഷ്യസ്, ഹൈ മാർക്കറ്റ് വാല്യൂ ഇൻ ദ സ്ക്വാഡ്, ആൻഡ് മിഡ്ഫീൽഡർ സെർജിയോ ലാമാസ്. ഈ 2 വിദേശ താരങ്ങളുടെ അഡീഷനും ഇന്റർകാഷി എന്ന ടീമിനെ വ്യത്യസ്തനായി നിൽക്കും. നമുക്കറിയാം, അബ്ബാസ് ഒരു ടീമിൻ്റെ കോച്ചായിട്ട് വരണമെങ്കിൽ വെറുതെ ഒന്നും അയാൾ വരില്ല. കാരണം മൂപ്പര് പറയുന്ന ഫോറിൻ പ്ലേയേഴ്സിനെ ടീമിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കോച്ചിങ് ചെയ്യില്ല. നമുക്ക് കൊൽക്കത്തയുടെ കളി കാണുമ്പോൾ ഒക്കെ മനസ്സിലാകും. അപ്പോൾ മിക്ക ഒരു 2-3 ഫോറിൻ സൈനിങ് എന്ന് പറയുന്നത് നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള സൈനിങ് ആയിരുന്നു. ഇനി നമുക്ക് ഇന്റർകാഷിയുടെ വീക്ക്നെസ്, അവരുടെ വീക്ക്നെസ് എന്തായിരിക്കും? ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ ISL, അതായത് അവർക്ക് ISL കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഈ ലീഗിലെ കളിക്കുന്ന ടീമാണ്. ടോപ്പ് ടയർ ലീഗായ ISLലേക്ക് ഈ സീസണിൽ കടന്നു വന്ന ടീമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്ഡ് കുറവ് ഇന്റർകാഷിൽ കാണും. രണ്ടാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഗോൾ സ്കോറിങ് ഡിപ്പെൻഡൻസ്. അവസാനം കളിച്ച കളിയിൽ ആകെ ഒരു ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കാരണം പുതിയ പ്ലേയേഴ്സാണ്, ഒന്നും സെറ്റായിട്ടില്ല. വിദേശ താരങ്ങളും ഇന്ത്യൻ പ്ലേയേഴ്സായിട്ടുള്ള മിംഗ്ലിങ് ഇതുവരെ നടന്നിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ അതേ പ്രശ്നങ്ങൾ ഇന്റർകാഷിക്കുണ്ട്. മൂന്നാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് സ്ക്വാഡ് ട്രാൻസിഷൻ, അതായത് മിക്ക വിദേശ താരങ്ങളും അല്ലെങ്കിൽ പുതിയ താരങ്ങളും ജനുവരിയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അവർക്ക് ഒരുപാട് മാച്ചസ് കളിച്ചിട്ട് ഒന്ന് മിങ്കിളാവാനുള്ള ഒരു അവസരങ്ങളോ അതിനുള്ള ടൈമോ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് സെറ്റായിട്ടില്ല എന്നർത്ഥം. നാലാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ.
നമുക്കറിയാം ഇന്റർകാഷിയുടെ ഒരുപാട് പ്ലെയേഴ്സ് ജനുവരി ട്രാൻസ്ഫറിലും അതുപോലെ തന്നെ ISL തുടങ്ങില്ല എന്നുള്ള വർത്തമാനം കാരണം ലേറ്റ് ആയിട്ടാണ് ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ISL ലെജൻഡറി കോച്ചായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് അബ്ബാസ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര ഹൈ ആണ്. അങ്ങനെ ഒരുപാട് പ്രഷർ പ്ലെയേഴ്സിൻ്റെ തലയിലുണ്ട് എന്നതുമാണ് മറ്റൊരു വീക്ക്നെസ്. ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഇന്റർകാഷി FCയുടെയും? നമുക്ക് വെച്ച് ലഭിക്കുന്ന ഏറ്റവും പുതിയ ന്യൂസുകളും റിപ്പോർട്ടുകളൊക്കെ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ആ ഒരു 11 മിക്ക സൈറ്റുകളും കാണിക്കുന്നത്. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് അർഷ് ഗോൾ കീപ്പർ, സെൻറ്റർ ബാക്സ് ആയിട്ട് ഉമ്മർ ബാ, ബികാഷ് യുമ്നോ, ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ആയിട്ട് നോച്ച സിംഗും അതേപോലെ തന്നെ നമ്മുടെ സന്ദീപ് സിംഗ്, മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് റൗളിൻ ബോർജസ്, മർലോൺ റൂസ് ട്രൂജിലോ, ഡാനിഷ് ഫാറൂഖ്, ഫോർവേഡ്സുകളായിട്ട് നമ്മുടെ ബർത്തമ്യൂ, കോറോ സിംഗ്, നിഹാൽ സുധീഷ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നും ഇന്നലെയുമായി നടത്തിയ ട്രെയിനിങ് സെഷനും കാര്യങ്ങളൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്കോട്ടിഷ് സെൻട്രൽ ഫോർവേഡായിട്ടുള്ള ക്യൂട്ടോൺ, അതേപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ലാസ്റ്റ് കുറച്ച് മിനിറ്റുകൾ മാത്രമേ കളിച്ചിട്ടുണ്ടെങ്കിലും ഗോളിന് വേണ്ടി ഒരുപാട് ദാഹിക്കുന്ന മൊമെൻറ്റുകൾ അജിസൽ എന്ന് പറയുന്ന പ്ലെയറിൽ നിന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു 2 പ്ലെയേഴ്സ് സ്റ്റാർട്ടിംഗ് ലെവലിൽ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ക്യൂട്ടോണും അതേപോലെ തന്നെ മുഹമ്മദ് അജിസലും. ഇവർ 2 പേരും സ്റ്റാർട്ടിംഗ് ലെവലിൽ നിന്ന് വരുമ്പോൾ ആരൊക്കെ പോകും? കോറോ സിംഗ് പോകാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. പക്ഷേ നിഹാൽ ബെഞ്ചിലിരിക്കേണ്ടി വരും അജിസൽ ഫസ്റ്റ് ലെവലിൽ വരികയാണെങ്കിൽ. വിക്ടർ ബൊർത്തോമിയും അതേപോലെ തന്നെ അജിസലും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, പിന്നെ കോറോ സിംഗ് അപ്പുറത്തെ വിങ്ങിൽ നിന്നും കളിക്കുന്നത്, അതായിരിക്കും ഒരു ഏറ്റവും സേഫായിട്ടുള്ള ഗോളടിക്കാനുള്ള ഒരു ത്വര ബ്ലാസ്റ്റേഴ്സിന് വരണമെങ്കിൽ ഇങ്ങനെ ഒരു കോംബോ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായേ മതിയാവുള്ളൂ. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒരു ഗോൾ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടില്ല. ഈ ഒരു കളിയും കൂടി തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഈ സീസണിലെ പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇന്റർകാഷി FC എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അവർ അബ്ബാസിൻ്റെ കീഴിലാണ് ഇറങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പ്ലെയേഴ്സ് ഒരുപാട് ഇന്റർകാഷീസിലുണ്ട്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശാന്തിനെ അറിയാലോ, ഒരുപാട് നമുക്ക് അറിയാം, കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ നിഷുകുമാർ ഉണ്ട്. പുതിയ ഒരുപാട് വിദേശ അഡീഷൻസ് ഇന്റർകാഷിലുണ്ട്. അബ്ബാസ് പറഞ്ഞു ഈ പ്ലെയർ അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ കൊടുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ അത് ഏതായാലും ചില്ലറക്കാരാവില്ല. അപ്പോൾ അവരുടെ കളി നമ്മളാരും കണ്ടിട്ടില്ല. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലെയേഴ്സ് ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലൊക്കെയാണ് ടീമിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ തമ്മിലൊന്നും സെറ്റായിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അങ്ങനെ തന്നെയാണ്. ഒക്കെ പുതിയ വന്ന പ്ലെയേഴ്സാണ്. ഇവർ തമ്മിലുള്ളൊരു മിംഗ്ലിങ്, ഒരു കോംബോ ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല. കളി 1-2 മാച്ചസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് വരുള്ളൂ. കാരണം അത്രയും സമയം കിട്ടിയിട്ടുള്ളൂ. പ്രീ സീസൺ മാച്ചും അങ്ങനെ കാര്യങ്ങളൊന്നും കൂടുതൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു മാച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്. കാരണം ഈ ഒരു മാച്ച് തോൽക്കാൻ പാടില്ല. കാരണം എതിരായിട്ടുള്ള ഇന്റർകാഷി എന്ന് പറഞ്ഞാൽ ISL അങ്ങനെ വലിയ എക്സ്പീരിയൻസും ഇല്ല. നമുക്ക് വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ്. ചെറുതാക്കി കാണല്ല. പക്ഷേ ഈ മാച്ചും കൂടി പിടിവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവില്ല. അത് നഗ്ന സത്യം പോലെ വെളിവാക്കപ്പെട്ട കാര്യമാണ്. ഏതായാലും മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുടെ കൊണ്ട് കാണാം.